എന്താ? ഒരു മണി ഓർഡർ ഉണ്ട്. അയ്യോ, സിനിമയുടെ മാമുക്കോയ. അയ്യോ, ഞാൻ ഇക്കാന്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നലെ കൂടി കാശിന്റെ കാര്യം പറഞ്ഞ വീഴാത്ത ഒരു ബ്ലേഡാരനുമില്ല. എനിക്കറിയാം. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാൻ ഗ്ലാമർ അല്ലേ? തമാശ പറയാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ലൈറ്റിന്റെ ചൂടത്ത് നിന്നുണ്ടാക്കിയ പൈസ. ലൈറ്റ് ഭയങ്കര ചൂടാ ലൈറ്റിന്. നീ ലൈറ്റിന് മുമ്പ് നിന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. എന്റെ കാശ് ഇപ്പൊ തരണം. നല്ല സഫാരി. ഇതെന്താ ഇതെന്റെ അല്ല, സിനിമ ഡ്രസ്സാ. നേരം വെളുക്കുന്നത് വരെ മെരിലാൻഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. നോക്ക്, മേക്കപ്പ് പോലും അഴിച്ചില്ല. ഇനിയിപ്പോ കണ്ണൂർക്കും പോകണം. അതുകൊണ്ടാ മാമു ഇരിക്കാൻ കസേരയില്ലല്ലോ. നീ വരണ്ട് ചായ ഇട്. എനിക്ക് നിങ്ങൾ ചായയും വേണ്ട, കസാരയും വേണ്ട. എനിക്ക് വേണ്ട എന്റെ കാശാ. എന്നൊരു കാര്യം ചെയ്യും, ഗോപാലിന് 2 രൂപ മേടിച്ചോണ്ടോ. ഏത് ഗോപാലൻ? എനിക്ക് കടം തരാനുള്ളോ? അയാളോ? അപ്പൊ കോശിയിലുള്ള 10,000. കോശേരയുള്ള 10,000 രൂപ ഞാൻ മേടിച്ചോളാം. ഈ വേഴ്സിലോ? ഡ്രസ്സൊക്കെ ഇത് മതി. മാമു ഇവിടെ തന്നെ ഇരിക്കും. കണ്ണടച്ചുറക്കുന്നു. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ അടുത്ത് ഈ വക പണിയൊന്നും നടക്കണ്ട. ഞാൻ കോഴിക്കോട്ടുകാരനാ. മാമു കൈയ്യട്. ഇല്ല, എന്റെ കാശ്. അതിന് ബ്ലേഡ് പൊട്ടിയില്ലേ? തന്നോട് ആരും പറഞ്ഞാൽ അതുകൊണ്ട് കാശിടാൻ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അല്ലെ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ പോലീസിനെ വിളിക്കണോ? ഇത് ദേഹത്തോട്ട് കളിക്കരുത്. തൊട്ടാ എന്തോ ചെയ്യും? തൊട്ടാൽ എന്ത് ചെയ്യുന്നോ? അപ്പൊ കാണാം. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടോ. അയ്യോ, അത് തുറക്ക്. ഞാൻ മേജരങ്ങളാ. അയ്യോ അങ്കിൾ, ഞാനില്ല. എന്താടോ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങളപ്പുറത്ത് ചായ ഇടുമായിരുന്നു. കാപ്പിയല്ലേ? കാപ്പി. ബ്രൂ ബ്രൂ ബ്രൂ. അങ്കിൾ ഒരു ഗ്ലാസ് എടുക്കട്ടെ? ഈ സമയത്ത് ആരാടാ ബ്രൂ കുടിക്കുന്നല്ലേ? എങ്ങളെ ബ്രൂ അല്ല, വിഷമുണ്ടേ കുറച്ചിങ്ങതാ. മോടെ പേരിൽ കിടന്ന കാശ് തള്ളെ അറിയാതെയാ നിനക്ക് വേണ്ടി ബ്ലേഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. സംഭവം ഇപ്പൊ അവൾ അറിഞ്ഞു. എനിക്കവിടെ കിടക്കപ്പുറത്ത് ഇല്ലതായി. 2 കുപ്പി സാധനമുണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. താൻ കിടന്ന മുറിയാണെ അവള് പൂട്ടുകയും ചെയ്തു. എന്തിനാ? അങ്കിൾ തന്നാ മതി, ഞാൻ അപ്പുറത്തെ ഷെൽഫിൽ വെച്ചേക്കാം. വേണ്ട, ഇതിനകത്ത് വെച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ ചെതല. ഇരുമ്പ് സേഫ് ചെതല്. ഇരുമ്പ് ഫിനിഷിങ്ങാ, പക്ഷെ സാധനം തടിയാ. എവിടെയെങ്കിലും വെച്ചു, പിന്നെ വരാം. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാനറിയാ എടുത്ത് കുടിച്ചു കളയരുത്. ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? പട പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തവും കുത്തി പട എന്ന് പറഞ്ഞ പോലായി. പണ്ട് പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ CBI, CID. കൊലപാതകമാ. എന്റെ മാമുക്കോയെ, നിനക്ക് കേറി വരാൻ കൊണ്ടൊരു നേരം. ശവത്തെ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ചിന്തിക്ക്. ഭരതംപിള്ള. അതെ, ഭരതംപിള്ളയ്ക്ക് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ഇതാരപ്പാ? നമസ്കാരം സ്വാമികളെ. എഴുന്നേക്കു വത്സേ. ഞാൻ വത്സയല്ല, അവള് കഴിഞ്ഞ ആഴ്ച പോയി. വേറെ പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഭരതംപിള്ളയാണ് കാണേണ്ടത്. ഭരതംപിള്ള ചേട്ടനോ? അയ്യോ, നേരം വെളുക്കണവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചാപ്പിൽ എന്തരോ കേസുകൾ ഒതുക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ പയ്യൻ വന്ന് വിളിച്ചോണ്ട് പോയി. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സ്വാമിമാരി അകത്തോട്ട് കയറി ഇരിക്കും.
മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോയിക്കോ. ഓടാ. എന്റെ രുദ്രാക്ഷം. സ്വാമിമാർക്ക് എന്താ ഷാപ്പി കാര്യം? ഞാൻ സ്വാമിയല്ല, വെടുങ്കി വെങ്കിടി. ആഹാ, കോരയുടെ ബ്ലേഡ് പൂട്ടിയപ്പോ വേഷം മാറി നടക്കുകയാണല്ലേ? അയ്യോ, ഒന്ന് പതുക്കെ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. 100 അടിക്കണോ? വേണ്ട, 2 അടിച്ചത് ഞങ്ങൾ കണ്ടു. ചേട്ടൻ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്താ പ്രശ്നം? ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. മാമുക്കോയ, സിനിമാ നടൻ ഗഫൂർ കാ ദോസ്ത്. ഇയാൾ എന്തിനാ ഇതിനകത്ത് കയറിയേ? കേറിയതല്ല, കേറ്റിയതാ. എന്തിനാ? ശവം കുഴിച്ചിടണം. ഒറ്റ കുഞ്ഞു പോലും അറിയാതെ. അപ്പോ കൊലപാതകം ഒതുക്കണം അല്ലേ? റേറ്റ് കൂടും. സിനിമാ നടനാവുമ്പോ വളരെ വളരെ കൂടും. എന്ത് വേണമെങ്കിലും തരാം. ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കണം. കൊല്ലുന്നതിന് സത്യം പറഞ്ഞ റേറ്റ് കുറവാ. കുഴിച്ചു മൂടുന്നത് അതുപോലെയല്ല. എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. 10 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, കൊടുക്കല്ലേ? 10 എന്ന് പറഞ്ഞാൽ 10,000. അത് കുറച്ച് കടന്ന കൈയായി പോയി ചേട്ടാ. ഒന്ന് മാറിനേ, ഒന്ന് മാറിനേ. എനിക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ശവം കുറിച്ചുണ്ട്. ചേട്ടാ 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 ഒന്ന് തിരിച്ചു തിരക്കാനുള്ള സമയം അലക്കല്ലേ. നമുക്കൊരു 5000-ൽ ഒതുക്കാം. 9, 8, 8.5, 8.5 ഒരു തരം, 8.5 2 തരം, 8.5 3 തരം. ഉറപ്പിച്ചു. നീ വിട്ട് കഞ്ഞക്കല്ലേ, വിട്ടു. ഞാൻ രാത്രി വരാം. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, കര കാണ കടലമേലെ മോഹത്തിൻ കുരുവി പറന്നു. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു. എലുംതിലീണം പാടിവാവാ. തെയ്യന്താര അറബിക്കടലിളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു. ആലോലം തിരകളിലെ അമ്മാന വഞ്ചീനെ, അരുമപ്പൂമീനേ വാ, ഭൂമീനേ വാ വാ. അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടിന്ന് എടുക്കണെങ്കി ദേ പോണു മുതല്. ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്, അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ കാ ദോസ്ത്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിങ്ങോട്ട് പോരട്ടെ. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങും. വാച്ചൊക്കെ കെട്ടി ഇപ്പൊ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയുമഴക. ഓ, പിന്നെ തിലകം ചാർത്തണ്ടൊരു മോന്ത. അങ്ങോട്ട് പോട്ടാ. ഏയ്, ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? എന്ത് ഇതെന്താന്ന്? ഈ കോര ആൻഡ് കോര ഫിനാൻസിയേഴ്സിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ? ആ നേരെ കാണുന്ന പെട്രോൾ ബങ്കില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത്.
പോവാണോ? ഞാൻ എക്സിബിഷൻ, പെയിന്റിംഗ്, അമ്മൂനെ കാണാൻ വന്നതല്ല. ഹരി ഹരി അറിയില്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛനിപ്പോ അവിടെയാണല്ലേ കമ്പനി കൂടുന്നത്? കള്ളം പറയണ്ട, അമ്മയോട് ഞാൻ പറയാൻ പോണില്ല. എന്തേ വീട്ടിലേക്ക് വരാത്തത്? എങ്ങനെ വരാനാ? പുറത്തിറങ്ങാൻ പറ്റണ്ടേ? ഒരാഴ്ചയെ ബ്ലേഡിൽ ജോലി ചെയ്തുള്ളെങ്കിലും ഇതിനിടെ സിറ്റിയിലുള്ള ഒരു 50 ഡെപ്പോസിറ്റർമാരെങ്കിലും പരിചയപ്പെട്ട് കാണും. അവരാരെങ്കിലും എന്നെ പുറത്തു വെച്ച് കണ്ട. പിന്നെ വീട്ടിലേക്ക് വരാനാണെങ്കിൽ ആന്റി എങ്ങനെ ഫേസ് ചെയ്യുന്ന വെച്ചിട്ടാ. അമ്മയ്ക്ക് ആദ്യമൊക്കെ ദേഷ്യായിരുന്നു, ഇപ്പൊ അത് മാറിയെന്ന് വെച്ചാ മാറ്റിയെടുത്തു. എന്താ അടുത്ത പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നാളുകൂടി നോക്കണം. ഇവിടെ വിട്ട് പോകാനാണെങ്കിൽ മനസ്സും വരുന്നില്ല. അമ്മനറിയാലോ. ഇനിയിപ്പോ എന്നാ വീട്ടിലേക്ക് വരിക? സത്യം പറഞ്ഞ ഹരി പോയതിനു ശേഷം വീട് ഉറങ്ങിയതുപോലെ. ഹരി ഉണ്ടായിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞിരുന്നില്ല. റിയലി ഐ മിസ് യു. റിയലി ഐ മിസ് യു അല്ലേ? നീ ഭാഗ്യവാൻ. ബ്ലേഡ് പൊട്ടിയെങ്കിലും നിനക്ക് ഇങ്ങനൊരു സ്കോപ്പെങ്കിലും ഉണ്ടല്ലോ. നീ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഏയ്, സമയമായിട്ടില്ല. സമയമായിട്ടില്ല പോലും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ആ പട്ടാളം എങ്ങാനും ഇത് അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. അതൊന്നുമല്ല, അങ്കിൾ എന്നോട് വലിയ കാര്യം. അത് പോരല്ലോ, അവൾക്ക് കൂടി ഈ കാര്യം തോന്നണ്ടേ? അവളും എന്നെ പോലെ കാത്തിരിക്കുകയാവും എല്ലാം പറയാൻ. എന്നാലൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി മനസ്സ് വെച്ചോണ്ടിരിക്കാതെ പരസ്പരം കംപ്ലീറ്റ് പറഞ്ഞ്, പട്ടാളത്തിനോടും കംപ്ലീറ്റ് പറഞ്ഞ് കല്യാണമൊക്കെ നടത്തി കിടന്നുറങ്ങടേ. വരദംപിള്ള ഈ കവലയിലുള്ളപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊലക്കേസ് ഉണ്ടായാൽ വരദംപിള്ളയ്ക്ക് അതിന് നാണക്കേട്. സത്യം പറയടാ, നീയാണോ? അല്ല. എത്ര കൊല മോഷ്ടിച്ചടാ? 2 എണ്ണം. വിറ്റ് കിട്ടിയ കാശ് എവിടെ? എന്റെ ഇല്ല. കേട്ടു ഞാൻ. എവിടെടാ? എടുക്കണ കാശ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, വല്ല ജോലി ചെയ്ത് ജീവിച്ചുള്ള തെണ്ടികളെ. എന്തിനാടാ കത്തി? എന്തേ കത്തി? എന്തിനാന്ന്? കത്തി നഖം വെട്ടാനാ ഉപയോഗിക്കണേ. ഇവർക്ക് നഖം വെട്ടണമെന്ന് പറഞ്ഞു, സാറിന് നഖം വെട്ടണ? ഒന്നുകൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കവലയിലെ റൗഡിയാണ്. ആരെങ്കിലും ഒരാളെ എന്നെ കൈവച്ചാ പിന്നെ ഈ നാട്ടുകാർ തെണ്ടികൾ മുഴുവൻ എന്നെ പന്ത് കെട്ടി കളിക്കുന്ന പോലെ കളിക്കും. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? വെങ്കടി അറിയാം. പിന്നെ എന്ത് വെങ്കടി അറിയാണ്ട്? വെങ്കടി ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ ബ്ലേഡ് കമ്പനി പൊട്ടിയിട്ടുള്ള വെങ്കടിയാണോ? ആ, അയാളെ എനിക്ക് അറിയില്ല ഏട്ടാ. താൻ ആദ്യം അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ അറിയില്ലെന്ന്. ആദ്യം അങ്ങനെ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ? എന്നാ ഇവിടെ നിക്ക്. അല്ല, ഞാൻ കൂടെ വരാം. വേണ്ട, ഇവിടെ നിക്ക്, ഞാൻ പോയിട്ട് വെങ്കടി വിളിച്ചിട്ട് വരാം. ആപ്പാ. അത് വേണ്ട, സാറിന്റെ ആരോഗ്യസ്ഥിതിക്ക് പോവാൻ പറ്റില്ല. ഒക്കെ വളരെ ചെറിയ റോഡാണേ. മാത്രമല്ല ഇവരെയൊക്കെ നോക്കണ്ടേ. ഇവിടെ നിക്കട്ടാ, ചാരി ഇന്ന് മരം മറിച്ചിടരുത്.
എന്താ ചേട്ടാ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ ഒന്ന് ഉറങ്ങാൻ കിടന്നതാ. ഞാനങ്ങ് കംപ്ലീറ്റ് പേടിച്ചു. എന്നാ ചേട്ടൻ കിടന്നോ. ദേ തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? ആ അയ്യോ, ആരാ ചേട്ടാ? ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഡെപ്പോസിറ്റ്മാർ വല്ലവരും ആയിരിക്കും. കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആകപ്പാടൊരു കുട്ടിയാനെ പോലെ ഇരിക്കും. അയ്യോ, ആ മാമൂക്കയുടെ ആള് പകരം ചോദിക്കാൻ വന്നാണോ? ആയിരിക്കും. എന്താ തനിക്ക് പേടിയുണ്ടോ? ഇല്ല. താൻ ധൈര്യമായിട്ട് ചെല്ലടോ. ഏയ്, ഞാൻ പോണില്ല. എന്നാ അയാൾ ഇങ്ങോട്ട് വരും. ചേട്ടനും കൂടി വാ. അയ്യോ എനിക്കിപ്പോ ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരണം. ഉവ്വ. ഉറക്കം താൻ ചെന്നെനിക്ക് പ്രശ്നം വലുതാവും. വലുതാകട്ടെ. അയാൾ പോലീസിനും കൂട്ടി ഇങ്ങോട്ട് വരും. മാമുക്കോടെ കൊലപാതകം തെളിയും, പിന്നെ ജയിൽ. അയ്യോ, എടോ താൻ ചെല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഞാൻ പോയി വരാൻ ചേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യും, മാമുക്കോയെ കുഴിച്ചിട്ടുള്ള വകയിൽ ബാക്കി കാശ് തന്നിട്ട് പോ. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഉടനെ ഞാൻ തരാം. ജീവനൊന്നും ഇനി ഉണ്ടാവില്ല. ശപിച്ചു വിടല്ലേ ചേട്ടാ. നീ പോടാ. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു. ഇനി അവരായി അവരുടെ പാടായി. പണം ഇനി ഉണ്ടാവും. ആ തടിമാന്റെ കൈ പെട്ട എന്റെ ജീവൻ പോവും. ഇവന്റെയൊക്കെ ജീവന് ഒരു വിലയില്ലേ? പോട്ടെ, ചത്തു പോട്ടെ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ. ഒരു 300 അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. വെങ്കടേശ്വര സ്വാമി. സ്വാമിക്ക് വെങ്കടി അറിയോ? അറിയാനുള്ള ശ്രമത്തിലാണ്. അവൻ സർവവ്യാപിയല്ലേ ഉണ്ണി. തൂണിലും തുരുമ്പിലും മാത്രമല്ല, കംപ്ലീറ്റ്. അങ്ങനെയുടെ കാര്യമല്ല. കോരാൻ കോരയിലെ മാനേര് വട്ടര്. വെങ്കടി ദൈവമല്ലല്ലേ? ഉണ്ണി അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. അവനെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തിനാ കാണുന്നേ? കുറച്ച് കാശിന്റെ ഇടപാടുണ്ട്. ഒന്നിനോടും ആർത്തി പാടില്ല, പ്രത്യേകിച്ച് പണത്തിനോട്. അതിനെ ഇനി മറന്നേക്കു വത്സ. അത് ഞാനും വെങ്കടിയായിട്ട് ആലോചിച്ചോളാം. അവനെ ഒന്ന് കൈ കിട്ടട്ടെ. അമ്മേ ഭഗവതി, ഒരു വെങ്കിടിയെ എനിക്കറിയാവൂ, സാക്ഷാൽ വെങ്കടാചലപതി. ഓം ശാന്തി ശാന്തി. സ്വാമി ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ല, നാളെന്നോം ഹരിദ്വാറിലോട്ട് പോവാണ്.